ഹലോ, ഞാൻ അച്ചുട്ടിയും കൂടി ഇങ്ങനെ പുറത്തിരിക്കുക കേട്ടോ. അപ്പോൾ ഒരാഴ്ച മേതയില്ല നമ്മുടെ ചാനലിൽ ഒരു വീഡിയോ കണ്ടിട്ടില്ലേ. അപ്പം എന്താ കാരണം എന്ന് വെച്ചാൽ ഞങ്ങൾ ഫസ്റ്റ് ഒന്നും വന്ന് പറയണ്ട വിചാരിച്ചിട്ട് പറയാണ്ടിരുന്നതാണ്. അപ്പോൾ നമ്മുടെ അച്ചുട്ടിക്ക് വയ്യാണ്ടായി. എന്താ അച്ചു വയ്യാണ്ടായത്? ചിക്കൻ പപ്സ് അല്ല, അത് ചിക്കൻ ബോക്സ് വന്നു. ഇപ്പോഴാണ് ഞങ്ങളൊന്ന് ചിരിക്കുന്നത് കേട്ടോ. കണ്ട എൻ്റെ കോലം കണ്ട അവൻ്റെ കോലം കണ്ടോ, പാവം. അപ്പോൾ അവനിപ്പോഴും ഇവിടെ തൊണ്ടയൊക്കെ വേദന ഉണ്ട്, നെഞ്ച് വേദനിക്കുന്നുണ്ട്, അടിവയറ് വേദനിക്കുന്നുണ്ട് എന്നൊക്കെ പറയണ്ടായിരുന്നു. ഭയങ്കരമായി ക്ഷീണിച്ചു പോയി. ഇന്നൊന്ന് തല നിവർത്തിയതാണ് ഇത്. ഇപ്പം തന്നെ കാണുമ്പോൾ നമുക്ക് പേടിയാവില്ല. അപ്പം ഇന്നലത്തെയൊക്കെ അവസ്ഥ എന്തായിരുന്നു. പാവം തീരെ കണ്ണൊന്നും തുറക്കാണ്ടായപ്പോൾ എനിക്കാകെ ടെൻഷനായി. ഇനി എന്താവോ എനിക്ക് ടെൻഷനായ പിന്നെ ഒരു മാതിരി മാനസിക രോഗം പോലെയാണ് പിന്നെ എനിക്ക്. അതായത് ഇവനെ സംരക്ഷിച്ചെടുക്കണം എന്നുള്ള ആ ഒരു പഴയ കാലമൊക്കെ ഇങ്ങനെ ഓർമ്മ വരും. അതായത് ആ വയ്യാണ്ടായിരുന്ന കാലമൊക്കെ ഇങ്ങനെ ഓർമ്മ വരും. അപ്പോൾ പനി വരുമ്പോൾ എപ്പോഴും ഇവന് പെട്ടെന്ന് അങ്ങനെ ക്ഷീണം തട്ടുക ചെയ്യുക. അപ്പോൾ ഇപ്രാവശ്യം അങ്ങനെ തന്നെ ഉണ്ടായി. അപ്പോൾ കൂട്ടത്തിലാണെങ്കിൽ ചിക്കൻ ബോക്സും പിന്നെ എന്താണ് അങ്ങനെ ഭയങ്കരമായിട്ട് കുമിള വരുന്നതിൻ്റെ മുന്നേ അവൻ ഇതായി ഇവിടെ ആദ്യം വന്നെ ഇവിടെ ആദ്യം ഒരു കുമിള വന്നു കേട്ടോ. വന്നപ്പോൾ തന്നെ നമ്മൾ ജെല്ലി മിഠായി പോലെ എന്തോ ഒന്ന് വന്നിട്ടുണ്ട്, ഇതെന്താണെന്ന് നോക്കുമെന്ന്. അപ്പോൾ ഞാൻ ഉറക്കത്തിലായിരുന്നു. ഇവന് അതിൻ്റെ ഒരു അസ്വസ്ഥത കാരണമായിരിക്കും ഇവൻ നേരത്തെ എണീറ്റിട്ട് എന്നോട് പറഞ്ഞത്. അപ്പോൾ ഞാൻ ഉറക്കത്തിലായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ അതെന്തെങ്കിലും കുരു വന്നതായിരിക്കും എന്ന് വിചാരിച്ചിട്ട് അതെന്തെങ്കിലും കുരു ആയിരിക്കും അമ്മ പിന്നെ നോക്കാട്ടെന്നും പറഞ്ഞ് വിട്ടു. പിന്നെ രാവിലെ എണീറ്റ് നോക്കുമ്പോൾ അതാ കഴുത്തിൻ്റെ ഇവിടെ വന്നിട്ടുണ്ട്, വയറിൻ്റെ ഇവിടെ വന്നിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് ഒരു 10-20 ബബിൾസ് വന്ന് കാണുമായിരിക്കും അല്ലേ, അത്ര ഒരു ബബിൾസ് വന്നിട്ടുണ്ടാവും. പിന്നെ ദേഹം മുഴുവൻ പടരുന്നതിൻ്റെ മുന്നേ നമ്മൾ എന്ത് ചെയ്തു, വേഗം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടാണ്. അപ്പോൾ ഇതാണെങ്കിൽ നമ്മളിപ്പോൾ താമസിക്കുന്നത് ഒരു നാട്ടിൻപുറമാണല്ലോ. നാട്ടിൻപുറമുള്ള തമിഴ് ഒരു ഏരിയയിലാണ് നമ്മളിപ്പോൾ താമസിക്കുന്നത് കേട്ടോ. അപ്പോൾ അവർ പറയണതും കാര്യം തന്നെ. അപ്പോൾ അവർ പണ്ടത്തെ കാലം പോലെ, അതായത് വേപ്പിലയും മഞ്ഞളും ഒക്കെ കൂടി ചേർത്തി തേച്ച് അങ്ങനെ പിടിപ്പിച്ചാൽ മതി, ഹോസ്പിറ്റലിലൊന്നും കൊണ്ടുപോകണ്ട, ഇത് അമ്മ വന്നതാണ് അങ്ങനെ വന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയ അമ്മയ്ക്ക് ദേഷ്യം വന്നിട്ടുണ്ടെങ്കിൽ അവൻ്റെ മുറിവുകൾ കൂടും എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ അമ്മമാരൊക്കെ വന്നു ഇവിടെ. അവർ വന്നിട്ട് ഇങ്ങനെ വേപ്പിലയും ഇതൊക്കെ അരച്ചിട്ട്, പിന്നെ അമ്പലത്തിലൊരു നമ്പൂതിരി വന്നു, അവർ അമ്പലത്തിലെ തീർത്തൊക്കെ കൊണ്ടുവന്ന് തളിച്ച് അങ്ങനെയൊക്കെ കുറേ കാര്യമൊക്കെ ചെയ്തു. പക്ഷെ ഞാൻ വിട്ടുകൊടുത്തില്ല കേട്ടോ. എനിക്ക് ആശുപത്രി കൊണ്ടുപോകാതിരിക്കാൻ പറ്റുകയുണ്ടായിരുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവന് വേഗം പെട്ടെന്ന് അസുഖം കൂടുന്ന ഒരു സ്വഭാവക്കാരനായതും കൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ശരി ആശുപത്രിയിൽ തന്നെ കൊണ്ടുപോവുക എന്ന് പറഞ്ഞിട്ട് അവർ ഇവിടുന്ന് മാറിയതും, അതായത് അവരെ കുറ്റം പറയല്ല, അവരുടെ പണ്ടത്തെ രീതിക്കനുസരിച്ച് വന്നതാണ്. പക്ഷെ നമ്മൾ അച്ചൂട്ടീനെ വളർത്തിയ രീതി വേറെയാണല്ലോ. ചെറുപ്പം തൊട്ടേ മരുന്നുകളൊക്കെ കൊടുത്ത് വളർത്തിയിട്ട് അങ്ങനെ കുറേ എൻ്റെ പഴയ വീഡിയോസൊക്കെ കാണുമ്പോൾ അറിയാം. അതിൽ ആ പ്രായത്തിലൊന്നുമില്ല, നമ്മൾ യൂട്യൂബ് തുടങ്ങിയ ശേഷമുള്ള നമ്മൾ പറഞ്ഞ കാര്യങ്ങളേ ഉള്ളൂ, അല്ലാതെ തെളിവുകളൊന്നുമില്ല കേട്ടോ. അന്ന് അവനെ അങ്ങനെ വളർത്തിയതെന്നുള്ളതിൻ്റെ ആ തെളിവുകളൊന്നുമില്ല. അതായത് ചാനലിലില്ല, അല്ലാതെ ഇവിടെ പേപ്പേഴ്സായിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ അവർ ഇവിടുന്ന് മാറി വഴിക്ക് ഞാൻ എന്ത് ചെയ്തു, വേഗം ഒരു വണ്ടിയൊക്കെ വിളിച്ച് ആശുപത്രി കൊണ്ടുപോയി. നേരെ കൊണ്ടുപോയി കോട്ടത്തറയിൽ കൊണ്ടുപോകുമ്പോൾ, ആശുപത്രിയിൽ പോകുമ്പോൾ നമ്മൾ മാസ്ക് ഇടണം എന്നുള്ളത് നിർബന്ധമുള്ള കാര്യം തന്നെയാണ്. പക്ഷേ ഇവനെയും കൊണ്ട് ഞാൻ ഒറ്റയ്ക്കാണല്ലോ പോണത്. അതുകൊണ്ട് എന്തായി, എനിക്ക് കുറച്ച് വെപ്രാളായപ്പോൾ ഞാൻ മാസ്കിൻ്റെ കാര്യം ഓർമ്മയില്ല, വിട്ടുപോയി. നേരെ ഹോസ്പിറ്റലിൽ എത്തിക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യം മാത്രമേ എൻ്റെ അടുത്തുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ നേരെ ആശുപത്രി കൊണ്ടുപോയി അവർ ഒ പി ടിക്കറ്റ് തന്ന് നമ്മൾ ആശുപത്രി കയറി അവിടെ ഒരു എൻ്റെയൊക്കെ പ്രായമുള്ള ഒരു ലേഡി ആയിരുന്നു ഡോക്ടർ. ആ ഡോക്ടർ എൻ്റെ നേരെ 4 ചാട്ടം. എന്നാൽ പിന്നെ അവിടെ നിർത്തിയിട്ട് ഒരു മാസ്ക് മേടിച്ചിട്ട് വരുമെന്നൊരു മാന്യമര്യാദയ്ക്ക് പറഞ്ഞാൽ മതി. ചിക്കൻ ബോക്സ് ആണ് എന്ന് എനിക്ക് മനസ്സിലായി. അവർ സ്ഥിരീകരിക്കണുള്ളൂ ചിക്കൻ ബോക്സ് ആണെന്ന്. നമുക്ക് പിന്നെ കണ്ടാൽ മനസ്സിലായതും കൊണ്ട് അങ്ങനെ സ്പീഡ് കൊണ്ടുപോയതല്ലേ. പക്ഷെ അവർ ഡോക്ടർ പറയണല്ലോ എന്നതാണ് നിങ്ങളുടെ കുട്ടിക്ക് അസുഖം. അതിൻ്റെ മുന്നേ തന്നെ അവർ വന്ന് എന്നോട് ദേഷ്യപ്പെടാനാണ് നിൽക്കുന്നത്, അല്ലാതെ ഇവനെ നോക്കാനല്ല. അവർ പറഞ്ഞത് കാര്യം തന്നെ, പക്ഷെ മാന്യമായ ഒരു പെരുമാറ്റം വേണ്ടേ. അതായത് ശരി ഇവന് ഇവിടെ നിൽക്കട്ടെ, ഒരു മാസ്ക് വാങ്ങിയിട്ട് വരൂ, എന്നിട്ട് നമുക്ക് മാസ്ക് ഇടണമല്ലോ, അത്രയും രോഗികൾ ആശുപത്രിയിൽ വരുന്നതല്ലേ എന്നവർ പറയേണ്ടതായിരുന്നു. എൻ്റെ ഭാഗത്തും തെറ്റുണ്ടില്ല എന്നല്ല ഞാൻ പറയണത്. എന്നിട്ട് അവർ ദേഷ്യപ്പെട്ടിട്ട് എനിക്ക് നേരെ ആ ഒരു ചീട്ടുണ്ടല്ലോ അതിങ്ങനെ എറിഞ്ഞു തരികയൊക്കെയാണ് ചെയ്തത്. പക്ഷെ അതെന്തോ എനിക്കാണ്ട് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല കേട്ടോ. നമ്മൾ ഈ കുട്ടീനെയും കൊണ്ട് ഒറ്റയ്ക്ക് പോവല്ലേ. അപ്പോൾ എൻ്റെ മാനസികാവസ്ഥ പോലും അവർ മനസ്സിലാക്കിയില്ല എന്നുള്ളതാണ്
ഞാൻ പറഞ്ഞു വന്നത്. അതായത് ഞാൻ വിങ്ങി പൊട്ടിയിട്ടാണ് പോണത്. അപ്പോൾ പിന്നെ ഒന്നും വേണ്ടെന്നും പറഞ്ഞ് ഞാൻ പിന്നെ പുറത്തുനിന്ന് ഒരു മാസ്ക് ഒക്കെ വാങ്ങി വെച്ചു. അപ്പോഴാണ് എനിക്ക് ബോധം തന്നെ വരുന്നത് മാസ്ക് വാങ്ങി വെക്കണമല്ലോ എന്ന്. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ അഗളി ആശുപത്രിയിൽ പോയി. അഗളി ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ തന്നെ, കോട്ടത്തറ കാട്ടിയില്ല. നേരെ അഗളി ആശുപത്രിയിൽ പോയി. അവിടുന്ന് പിന്നെ ചിക്കൻ ബോക്സിനുള്ള മരുന്ന് പറഞ്ഞ് തന്നായിരുന്നു കേട്ടോ. അതിൻ്റെ മുന്നേ ഒരു ദിവസം പനി വയ്യാണ്ടായിട്ട് കൊണ്ടുപോയപ്പോൾ തന്നിട്ടുണ്ടായിരുന്നു. അതായത് മീൻസ് പനിയായിട്ടൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പം മരുന്നുകൾ അതിലുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അഗളി ആശുപത്രി കൊണ്ടുപോയി അവിടെ നിന്ന് പിന്നെ അവർ എല്ലായിടത്തും ഹെൽത്തിലും എല്ലായിടത്തും അറിയിച്ച് അവർ പിന്നെ മാസ്കിൻ്റെ കാര്യമൊന്നും പറഞ്ഞില്ല. മാസ്ക് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒന്നും കുഞ്ഞ് തളർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അഗളി ആശുപത്രി പോയപ്പോൾ അഗളി ആശുപത്രിയിലത്തെ ഡോക്ടർ ചോദിച്ചു, നടക്കാൻ പറ്റുമോ, വീൽ ചെയർ കൊണ്ടുവരട്ടെ, അങ്ങനത്തെ ഒരു അവസ്ഥയായി. അവൻ തളർന്ന് എൻ്റെ ദേഹത്ത് കിടക്കായിരുന്നു. ഞാൻ ക്യൂ നിൽക്കുകയാണ് വരിയിൽ. കണ്ടിട്ട് പോലും ആൾക്കാരൊന്ന് മാറി തരുക എന്ന് അവനെ ഫസ്റ്റ് കാണിച്ചോന്ന് പറയാൻ ഒന്നുമില്ല കേട്ടോ. അവൻ അത്രയും ക്ഷീണിച്ചിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. അതൊന്നും പോട്ടെ, സാരമില്ല, ഒന്നും കുഴപ്പമില്ല, എല്ലാവരും രോഗിയായിട്ട് വന്നത് തന്നെയല്ലേ, അതുകൊണ്ട് അത് പ്രശ്നമൊന്നുമില്ല. പിന്നെ ഡോക്ടർ ഇവൻ്റെ അവസ്ഥ കണ്ടിട്ട് വീൽ ചെയർ തരട്ടെ, മറ്റേ ഒബ്സർവേഷൻ റൂമിലേക്ക് പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ പോകുമ്പോൾ വേണ്ട, ഞാൻ പിടിച്ച് എടുത്തിട്ട് ഇങ്ങനെ കൊണ്ടുപോയിക്കോളാമെന്ന് പറഞ്ഞു. എന്നിട്ട് പിടിച്ച് നടത്തി. ഡോക്ടർ പാവൻ എൻ്റെ പിന്നാലെ നടന്നു വന്നു. പിന്നാലെ വരുമ്പോഴത്തെ രോഗികൾ ചോദിക്കുക, ഡോക്ടർ പോവാണോ ചോദിച്ചുകൊണ്ടിരിക്കുക. അവിടെ ഉള്ളവർ വന്നൊക്കെ അസുഖം കൊണ്ട് തന്നെ, പക്ഷെ ഇവന് നിൽക്കാൻ പറ്റാത്ത അസുഖം പോലെ ആയിരുന്നു, ക്ഷീണിച്ചിട്ട്. അങ്ങനെ ആശുപത്രിയിൽ അഡ്മിറ്റാക്കി. ഒരു ദിവസം അഡ്മിറ്റ് ചെയ്തു കേട്ടോ. അങ്ങനെ അഡ്മിറ്റാക്കിയപ്പോൾ അവർക്ക് ട്രിപ്പ് ഇടണമല്ലോ. ട്രിപ്പ് ഇടുമ്പോൾ കുട്ടീൻ്റെ കയ്യിൽ പല സ്ഥലത്ത് കുത്തി. എവിടെയൊക്കെ കുത്തി? അതെ, ഇവിടെ കുത്തി ഞരമ്പ് കിട്ടിയില്ല. അവൻ ഭയങ്കര തളർന്നു പോയിട്ട് പിന്നെ ഇവിടെ കുത്തി, ഞരമ്പ് കിട്ടിയില്ല. അത് കഴിഞ്ഞ് ആ കൈ വിട്ടിട്ട് ഇതേ ഈ കയ്യിലും അതേപോലെ ഇവിടെ കുത്തി നോക്കി, ഇല്ല, ഞരമ്പ് കിട്ടിയില്ല. ഇവിടെ കുത്തി, കിട്ടിയില്ല. അങ്ങനെ പിന്നെ അവസാനം കുത്തി ഇവിടെ ഈ സൈഡ് കുത്തി. എങ്ങനെയൊക്കെയോ ഒരു ഞരമ്പ് കിട്ടി. അവനാണെങ്കിൽ എത്ര വേദന സഹിച്ചു. അവിടെ ആശുപത്രി പൊളിച്ചടക്കില്ല എന്നുള്ളൂ. അങ്ങനെ കരഞ്ഞു വിളിച്ച് അങ്ങനെയൊക്കെയാണ് വന്നത്. അപ്പോൾ എനിക്ക് വയ്യാണ്ടായി. അതായത് ഇവൻ കരഞ്ഞു പറഞ്ഞാൽ എനിക്ക് വയ്യാണ്ടാവും. കരയാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്ര കുത്തിയിട്ട് അപ്പോൾ അയ്യോ എന്ന് പറഞ്ഞിട്ട് ഈ വായിൽ വിരൽ കടിച്ചു പിടിച്ചിട്ട് അങ്ങനെ വിറച്ച് തുള്ളി കരയായിരുന്നു. പനിയാണെങ്കിൽ അതിലേറെ. എന്നിട്ട് പിന്നെ എന്തായി, അതിൻ്റെ ചുണ്ടൊക്കെ വീങ്ങി, മുഖമൊക്കെ ഇങ്ങനെ വീർത്ത് ആകെ കൂടി ഒരു കോലമായി. ഞാൻ പേടിച്ചു, എന്തെങ്കിലുമൊക്കെ അവിടെ സംഭവിക്കും വിചാരിച്ചു. ഞാൻ അപ്പുറത്തെ ഒരു രോഗിയുടെ കട്ടിലുണ്ടായിരുന്നു. ആ കട്ടിലിൽ പോയി ഒറ്റ കിടത്താൻ എനിക്ക് വയ്യാണ്ടായിട്ടേ. അതായത് ഞാൻ ആകെ പേടിച്ചു പോയില്ലേ. അങ്ങനെ വേറെ ഒരാൾ കൂട്ടിനുണ്ടായിരുന്നെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാമായിരുന്നു. പക്ഷെ ഒന്ന് പിന്നെ പിടിക്കാനെങ്കിലും. എന്നിട്ട് പിന്നെ ഞാൻ അങ്ങനെ പോയി അവിടെ ഒറ്റ കിടത്തം കിടന്ന് എനിക്ക് BP ഒക്കെ ലോ ആയി. അങ്ങനെ എങ്ങനെയൊക്കെ ഞരമ്പ് കിട്ടി. അങ്ങനെ ഒരു ട്രിപ്പ് കുത്തി. പിന്നെ അങ്ങനെ ഒരു 3/4 കുപ്പി കയറിയതും പിന്നെ ഒരു വീട്ടിലേക്ക് പോകാൻ പറഞ്ഞു. അതായത് പിന്നെ മിഞ്ഞാന്ന് എൻ്റെ വീട്ടിലേക്ക് വിട്ടു. വീട്ടിൽ നന്നായി റെസ്റ്റ് എടുത്ത് നോക്കുന്നുണ്ട്. അപ്പോൾ അതപ്പോൾ കുറേ കണ്ണ് തെളിഞ്ഞിരിക്കണം. ഇന്നലെ ഒന്നും കണ്ണ് തെളിഞ്ഞിട്ടേ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഇനി എന്ത് ചെയ്യോ പറഞ്ഞിട്ട് ഗ്ലൂക്കോസ് വെള്ളം, കഞ്ഞി ഉടച്ചിട്ട് അത് അങ്ങനെയൊക്കെ സ്പൂണിൽ കോരിയിട്ട് തുള്ളി വായയിൽ ഒഴിച്ച് കൊടുക്കുമായിരുന്നു കേട്ടോ. എൻ്റെ ഒരു അവസ്ഥ ആലോചിച്ച് നോക്കണം. അപ്പോൾ അങ്ങനെ ഒഴിച്ച് കൊടുത്ത് ഇപ്പോൾ ഇതാ എൻ്റെ കുട്ടി ഒന്ന് കണ്ണ് തുറന്നിട്ടുണ്ട്. അപ്പോൾ വലിയ കുഴപ്പമില്ല. ഇവിടെ ചിക്കൻ ബോക്സിൻ്റെ ഒരു മുറി കാട്ടി കൊടുക്ക്. ഇപ്പോൾ മുറിവൊക്കെ ഉണങ്ങി ചെറിയൊരു കുഴി പോലെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതാണ് ഒരെണ്ണം വന്നത് കേട്ടോ. അതെന്താ ഇതിന് ഇങ്ങനെ ഒരു പഴുപ്പ് പോലെ ഉണ്ട്. ഇനി ഒരു ഓയിൻമെൻറ്റ് തേക്കാനുണ്ട്. പിന്നെ ഇവിടെ ഇല്ല വയറിൽ ഇതൊരു 3 ഒരുമിച്ച് അങ്ങനെ. ഇതൊക്കെയാണ് ഇപ്പോൾ വലുതുണ്ടായത് കേട്ടോ. ഈ ഒരു 3 ഈ കയ്യിലുള്ളത് ഇതൊക്കെയാണ് വലുതുണ്ടായത്. അങ്ങനെ ഇപ്പോൾ എന്തായാലും മുറിവെല്ലാം ഉണങ്ങി. ഇനി ഒരു ക്ഷീണം കൂടി മാറി കിട്ടിയാൽ അവൻ ഓക്കെ ആവും അല്ലേ? ഇപ്പം എന്താണെന്ന് പറയുന്നത്? ക്ഷീണം കുറച്ച് നേരം മാറിയിട്ടുണ്ടായിരുന്നല്ലോ. പിന്നെയും വന്നു. ഇത്ര നേരം ക്ഷീണം ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇത്രയും ക്ഷീണം ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ രണ്ടാമതും ക്ഷീണം വന്നു എന്ന് പറയാണ്. അപ്പോൾ ഗ്ലൂക്കോസ് എന്തെങ്കിലും കലക്കിയിട്ട് ഞാൻ ഭക്ഷണം കൊടുക്കട്ടെ. അപ്പോൾ ഇതുകൊണ്ടൊക്കെ ആയിരുന്നു നമ്മൾ ചാനലിൽ വീഡിയോ ഒന്നും ഇടാൻ കൂടാണ്ടിരുന്നത്. ഞാൻ പേടിച്ചു പോയി, അതാണ് ഉണ്ടായത്. അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കണം, നമ്മുടെ അച്ചുട്ടിക്ക് വേഗം മാറണേന്ന് എല്ലാവരും പ്രാർത്ഥിക്കണം. മരുന്നൊക്കെ ഉണ്ട്, അതൊക്കെ കഴിഞ്ഞ് കൊടുക്കാൻ പോവട്ടെ. ഇപ്പോൾ കുറച്ച് ഗ്ലൂക്കോസ് വെള്ളം കലക്കി കൊടുക്കട്ടെ ക്ഷീണത്തിന്. അപ്പം എന്നാൽ വേറെ വിശേഷങ്ങളായിട്ട് വീണ്ടും വരാം കേട്ടോ. നിങ്ങൾ മാറിയിട്ട് അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ ടാറ്റ.
ബൈ ബൈ